ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും സാമ്പത്തിക പുരോഗതി ഉൾപ്പെടെ എല്ലാ ബറക്കത്തും ഫത്ഹാത്തുകളും നേടിയെടുത്തത് ഈ 7 ദിക്റുകളെ കൊണ്ടാണ്. ഈ 7 ദിക്റുകൾ ചൊല്ലിയത് മുതൽക്കാണ് എൻ്റെ ജീവിതത്തിൽ വലിയ ബറക്കത്തും സൗഭാഗ്യമൊക്കെ കടന്നു വന്നത്. അത്രമേൽ പവിത്രമേറിയ 7 ദിക്റുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഈ 7 ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാത്ത രൂപത്തിൽ ഖൈറിൻ്റെ, ബറക്കത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ വാതായനങ്ങൾ നമുക്ക് മുമ്പേ മലർക്കെ തുറക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ബറക്കത്തുകളും സന്തോഷങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് നൽകാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ കിതാബുകളിൽ ഇമാമുമാർ പറഞ്ഞ, അവർ ചെയ്തിട്ട് അവർക്ക് പ്രതിഫലം ഫലവും ലഭിച്ച, റിസൾട്ട് ലഭിച്ച അതിവിശിഷ്ടമായ ആ 7 ദിക്റുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇത് നമ്മൾ ഒരു വർഷം മുമ്പ് പറഞ്ഞതാണ്. പല ആളുകളും അത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അൽഹംദുലില്ലാ, ഒരുപാട് ആളുകൾ ഇന്നും അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 7 ദിക്റുകൾ എന്ന് പറയുമ്പോൾ ഈ 7 ദിക്റുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അത്ഭുതങ്ങളുടെ കലവറയായി പറഞ്ഞു പരിചയപ്പെടുത്തിയ ആ 7 ദിക്റുകൾ എങ്ങനെയാണ് ചൊല്ലേണ്ടത്, എപ്പോഴാണ് ചൊല്ലേണ്ടത്, എങ്ങനെ ചൊല്ലിയാലാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുക, ആരാണിത് പറഞ്ഞത്, ആരൊക്കെയാണിത് പകർത്തിയത്, എല്ലാം നമുക്ക് കൃത്യമായി പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള വലിയ തൗഫീഖ് നമുക്കും നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട്. നമ്മൾ ഇത്തരം കാര്യങ്ങളും ഇതിൻ്റെ അപ്ഡേഷൻസൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ എന്നാണ് വിളിക്കേണ്ടത്, എപ്പോഴാണ് വരേണ്ടതെന്ന് കൃത്യമായ അപ്ഡേഷൻ അവിടെ ഉണ്ടാകും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറാത്തുകളിലേക്ക് സാധുക്കളായ നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകളെയും ചേർത്തി നമുക്ക് ഒരുപാട് ഖൈറുകളും ബറക്കത്തുകളും നേടിയെടുക്കാനും അത് കാരണമായിട്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ മുസ്ലിമാക്കി എന്നുള്ളത്. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് തന്നെ വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ പ്രധാനമായി നമ്മൾ കൊണ്ടുവരുന്നതാണ് അള്ളാഹുവിന് ദിക്റ് ചെയ്യുക എന്നുള്ളത്. ആ ദിക്റുകളുടെ കൂട്ടത്തിൽ സവിശേഷമായ 7 ദിക്റുകൾ, അത് ഓരോ ദിവസം ഓരോന്ന് വീതം വെച്ച് ചൊല്ലേണ്ടതാണ്. അപ്പോൾ നമുക്ക് അത് പതിവാക്കാനോ അത് ജീവിതത്തിൽ ദായിമാക്കാനോ വലിയ പ്രയാസമുണ്ടാകില്ല. എന്നാൽ ഇത് ദായിമാക്കിയപ്പോഴാണെങ്കിലോ അത്ഭുതകരമാകുന്ന രൂപത്തിലുള്ള മാറ്റങ്ങൾ പലരുടെയും ജീവിതത്തിലുണ്ടായി. ഞാനിത് പറയുമ്പോൾ തന്നെ ഇത് കേൾക്കുന്നവരിൽ ഒരു വർഷം മുമ്പ് നമ്മളിത് പറഞ്ഞപ്പോൾ ഇത് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി ഇത് എഴുതി വെച്ച് ഇതങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അവരൊക്കെ അതിൻ്റെ റിസൾട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും തന്നെ ഈ ദിക്റുകൾ കേൾക്കുമ്പോൾ ഇതിൻ്റെ അത്രയും മഹത്വം നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതുമാണ്. മഹാന്മാരൊക്കെ ചെയ്തതാണ്, അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ കാരണമായതുമാണ്. ഈ ഒരു വിഷയം ഞാൻ പറഞ്ഞത് മഹാനരായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിനുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി കൃത്യമായി രേഖപ്പെടുത്തി വച്ചതാണ്. മഹാൻ പറയുന്നുണ്ട്, ഖാലൽ ഇമാമുൽ ഗസാലി റഹ്മഹുല്ലാ, മഹാനരായ ഇമാം ഗസാലി റഹിമഹുല്ലാ മഹാനവറുകൾ പറയുന്നു, മാ ഹസല ലി അൽ ഫുതൂഹ് വൽ ബറക ഇല്ലാ ബിഹാദിഹിൽ ഔറാദ്, എനിക്കെൻ്റെ ജീവിതത്തിലേക്ക് ബറക്കത്തും എല്ലാ ഫത്ഹുകളും എല്ലാ ഫുതൂഹാത്തുകളും എല്ലാ ഖൈറിൻ്റെ അബ്വാബുകളും എൻ്റെ മുമ്പിൽ മലർക്കെ തുറക്കപ്പെട്ടത് ഇല്ലാ ബിഹാദിഹിൽ ഔറാദ്, ഈ ദിക്റുകളെ കൊണ്ടാണെന്ന് പറഞ്ഞ് മഹാനരായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിനുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി കൃത്യമായി രേഖപ്പെടുത്തി വെച്ചതും മഹാനവർകൾ അവരവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നതും മഹാനവർകൾ പറഞ്ഞതാണ്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സന്തോഷങ്ങളും സാമ്പത്തികമായ പുരോഗതിയും എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയെടുത്ത എല്ലാ കാര്യങ്ങളും നേടിയെടുത്തത് ഈ ദിക്റുകളെ കൊണ്ടാണെന്ന് മഹാനരായ ഗസാലി ഇമാം പറഞ്ഞതാണ്. ആ ഗസാലി ഇമാമിന് ആ വലിയ ബറക്കത്ത് ലഭിക്കാൻ കാരണമായിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാമും ചോദിച്ചാൽ
നാമം ചൊല്ലിയാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും എന്നുള്ളത് തീർച്ചയാണ്. ഞാനിത് ഇവിടെ പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇത് മുമ്പ് പകർത്തുന്നവരുണ്ട്, ഇതെല്ലാം ചൊല്ലുന്നവരുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല, യജമാനനായ റബ്ബ് എന്ത് ചോദിച്ചാലും അവൻ നൽകും. റബ്ബ് ചോദിക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ ചോദിക്കുവിൻ എന്നോട്, ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. ചില ആളുകളൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്, ഉസ്താദെ, അള്ളാഹ്ക്ക് അറിയാലോ നമ്മുടെ പ്രയാസങ്ങൾ, ഞാൻ ബുദ്ധിമുട്ടുന്നത് അള്ളാഹ് കാണുന്നുണ്ടല്ലോ, അള്ളാഹു അറിയുന്നുണ്ടല്ലോ, അള്ളാഹ് എനിക്ക് നൽകിക്കോളും എന്ന് കരുതിയിട്ട് ചോദ്യം അതിനെ അവഗണിക്കുന്നവരുണ്ട്. അത് ശരിയായ നിലപാടല്ല. നിങ്ങൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള സകല അമ്പിയാക്കളെയും എടുത്തു നോക്കൂ. അവരവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ചിരുന്ന ഓരോ പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ആ അമ്പിയാ മുഴുവനും അള്ളാഹുവിനോട് നിരന്തരം ചോദിച്ചുകൊണ്ടേയിരുന്നു. അവിടുന്ന് അതിനുശേഷം സ്വഹാബാക്കള്, അതേപോലെ തന്നെ താബിഉകള്, തബഉ താബിഉകള്, മദ്ഹബിൻ്റെ ഇമാമുകള്, അങ്ങനെ കടന്നു വരുന്ന മശായിഖുമാർ, അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിക്കുന്ന സൂഫി ചക്രവാളങ്ങളിൽ വിരാജിക്കുന്ന വലിയ വലിയ ഔലിയാക്കളൊക്കെ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ധാരാളം ചോദിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി. ഇനി ഞാൻ ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉപ്പമാരോട് ചോദിക്കട്ടെ, നമ്മളൊക്കെ അമ്പിയാക്കൾ ചോദിച്ചതുപോലെ, ഔലിയാക്കൾ ചോദിച്ചതുപോലെ ചോദിക്കാറുണ്ടോ അള്ളാഹുവിനോട്? അങ്ങനെ നമ്മൾ ചോദിക്കാറുണ്ടോ? അവർക്കൊന്നും യഥാർത്ഥത്തിൽ അങ്ങനെ പോലും ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം അള്ളാഹു നിയോഗിച്ച അമ്പിയാക്കൾ എന്ന് പറയുമ്പോൾ അവരുടെ കാര്യങ്ങളിലൊക്കെ അള്ളാഹു പ്രത്യേകമായിട്ട് ഇടപെടും. എന്നിട്ടും എത്രയാണ് അവർ ചോദിച്ചത്? നമുക്ക് മഹാനരായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അറിയൂലേ? മഹാനരായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വലിയ രോഗങ്ങൾ ഉണ്ടായിരുന്നു. ആ രോഗങ്ങളിൽ നിന്ന് ശിഫ ലഭിക്കാൻ വേണ്ടിയിട്ട് മഹാനരായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് എത്രയാണ് ദുആ ചെയ്തത്. നന്നായി അങ്ങ് ദുആ ചെയ്തപ്പോൾ ദുആ വിശുദ്ധ ഖുർആനിലില്ലേ പ്രിയമുള്ളവരെ? അങ്ങനെ ദുആ ചെയ്ത് നേടിയെടുത്തതാണ് ഷിഫാ. അങ്ങനെ നിങ്ങൾ നോക്കൂ, മഹാനരായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതേപോലെ തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇങ്ങനെ നോക്കിയാൽ എല്ലാ അമ്പിയാവും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരം ചോദിച്ചുകൊണ്ടേയിരുന്നു. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ കരഞ്ഞു ചോദിച്ചു. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കാരണം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാഴ്ചശക്തി വരെ നഷ്ടപ്പെട്ടില്ലേ? അങ്ങനെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ അള്ളാഹു നൽകി. അവരൊന്നും കരുതിയില്ല നമ്മളൊക്കെ കരുതുന്നത് പോലെ, അള്ളാൻ്റെ പ്രയാസം കാണുന്നുണ്ട്, അള്ളാഹു എൻ്റെ ബുദ്ധിമുട്ട് കാണുന്നുണ്ട്, അള്ളാഹ് എനിക്ക് നൽകിക്കോളും എന്ന് കരുതി അവരിരുന്നില്ല. നമ്മളും അതുപോലെ തന്നെയാണ്, നമ്മൾ അള്ളാഹിനോട് ചോദിക്കണം. മഹാനരായ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം എത്ര തവണയാണ് അള്ളാഹുവിനോട് ചോദിച്ചത്? കയ്യും കണക്കുമില്ലാതെ ചോദിച്ചു. നമ്മുടെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്ര തവണയാ സുജൂദിലായി പല വിഷയങ്ങളും ചോദിച്ചത്? കണ്ണുനീരിലായി ചോദിച്ചു. ബദറിൻ്റെ രണാങ്കണത്തിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യുദ്ധത്തിന് തയ്യാറായി നിന്നപ്പോൾ ശത്രുക്കൾ 1000-ലധികം ശത്രുക്കളുണ്ട്. മല്ലരാണ്, ശക്തിയുള്ളവരാണ്, ആയുധങ്ങളുള്ളവരാണ്, ഒട്ടകങ്ങളും കുതിരകളും കൂടുതൽ അവരുടെ കയ്യിലാണ്. വരുന്ന വഴിയിലൊക്കെ അവർ 10-20 ഒട്ടകങ്ങളെ അറുത്ത് മാംസം ഭക്ഷിച്ച് ആരോഗ്യ ദൃഢഗാഢരായിട്ടാണ് വന്നിട്ടുള്ളത്. മുസ്ലിമീങ്ങളുടെ പക്ഷത്ത് നോമ്പനുഷ്ഠിച്ച് അവശരായ പാവപ്പെട്ട അങ്ങേയറ്റം ക്ഷീണിച്ചവശരായ സ്വഹാബാക്കളാണ്. അവരുടെ കൂട്ടത്തിൽ പരിഹാസത്തോടുകൂടെ പറഞ്ഞില്ലേ, ഞങ്ങളൊന്ന് ഒന്നിച്ച് മൂത്രമൊഴിച്ചാൽ ഒലിച്ചു പോകുന്ന അത്രമേൽ മാത്രമേ നിങ്ങളുള്ളൂ എന്ന് പറഞ്ഞ് പരിഹാസ്യത്തോടുകൂടെ പറഞ്ഞവരുടെ മുമ്പിൽ എങ്ങനെയാണ് ആ വിജയം സാധ്യമായത്? ബദറിൻ്റെ യുദ്ധം നടക്കുന്ന തലേരാത്രിയിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിറയാർന്ന കരങ്ങൾ, നിറയാർന്ന കണ്ണുകൾ റബ്ബിൻ്റെ സമക്ഷത്തിലേക്ക് ഉയർത്തി അങ്ങ് ദുആ ചെയ്തു. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബ, അല്ലാഹുവേ ഈ കൊച്ചു സംഘത്തെ നീ പരാജയപ്പെടുത്തി കളഞ്ഞാൽ ഫലാ തുഅബദു ഫിൽ അർളി അബദാ, പിന്നെ ഈ ഭൂമി മണ്ണിൽ നിന്നെ ആരാധിക്കാൻ ഒരാളും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ദുആ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഇറക്കി അങ്ങ് സഹായിച്ചു. എന്തേ? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശ്രമിച്ചാൽ മതിയായിരുന്നില്ലേ?
ഹബീബായ തങ്ങൾക്ക് റെസ്റ്റ് എടുത്താൽ മതിയായിരുന്നില്ലേ? പക്ഷേ മുത്തുനബി തങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടേയിരുന്നു. നമുക്കാണ് പ്രിയമുള്ളവരെ ചോദിക്കാൻ മടി. അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക, നന്നായിട്ട് ചോദിക്കുക. ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ലക്ഷങ്ങൾ കടബാധ്യതയുള്ളവരുണ്ട്, വിവാഹപ്രായമെത്തിയിട്ട് അനുയോജ്യരായ ഇണകൾ ലഭിക്കാത്തതിൻ്റെ പേരിൽ മക്കളെ വിഷയത്തിൽ പ്രയാസപ്പെടുന്നവർ, സ്വന്തം വിഷയത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ട്, വീടില്ലാത്ത എത്രയോ ആളുകൾ വർഷങ്ങളായി വാടകയ്ക്ക് കഴിയുന്നവരുണ്ട്. അങ്ങനെ നോക്കിയാൽ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്യുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. നിങ്ങളോടൊക്കെ പറയാനുള്ളത്, എന്നോട് സ്വയം നിങ്ങളോടുമൊക്കെ പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ വിഷയങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. പരമകാരുണികനും കരുണക്കടലുമായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ നമ്മെക്കുറിച്ച് കൃത്യമായി അറിയുന്നവനാണ്, അവൻ നൽകും എന്നുള്ളത് ഉറപ്പാണ്. നമ്മളിവിടെ പറയുന്ന ഓരോ അമലുകളും നിങ്ങൾക്കൊക്കെ അറിയാം. ഒന്നുകിൽ നമ്മൾ പറയൽ വിശുദ്ധ ഖുർആനാണ്, അല്ലെങ്കിൽ നമ്മൾ പറയൽ ഖുർആനിലെ ഓരോ ആയത്തുകളുണ്ട്, ഷിഫായിൻ്റെ ആയത്തുകൾ, ഹിഫ്ലിൻ്റെ ആയത്തുകൾ, ബറക്കത്തിൻ്റെ ആയത്തുകൾ, വിശുദ്ധ ഖുർആനിലെ വളരെ ശ്രേഷ്ഠമേറിയിട്ടുള്ള കാവലിനുള്ള ആയത്തുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് ആയത്തുകളാണ് നമ്മൾ സാധാരണ പലരും വരുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത് ഹദീസിലെ വചനങ്ങളാണ്. അതെങ്ങനെ? നിങ്ങളിപ്പോൾ കടമുണ്ട് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ സ്വഹാബാക്കൾ വന്നിട്ട് കടമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണോ നബി തങ്ങൾ ആ സ്വഹാബിക്ക് പറഞ്ഞു കൊടുത്തത് അതാണ് നമ്മൾ പറഞ്ഞു തരാറുള്ളത്. എനിക്ക് വലിയ പ്രയാസമുണ്ട് എന്ന് സ്വഹാബാക്കൾ നബിതങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ നബിതങ്ങൾ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്ത ദുആ, ദിക്ർ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇതാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ നബിതങ്ങൾ പറഞ്ഞതാണ്, അതിനത്രയും മഹത്വവും ഫലവും ഉണ്ടാവും. അതുകൊണ്ടാണ് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത്. ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന വീഡിയോസിന് താഴെ നോക്കൂ, എത്ര ആളുകൾ അനുഭവങ്ങൾ റിസൾട്ടുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? നമ്മുടെ മഹത്വമല്ല, നമ്മുടെ പവറല്ല, എപ്പോഴും പറയാറുള്ളതാണ്. അത് നമ്മൾ നിങ്ങളോട് ചൊല്ലാൻ വേണ്ടി പറയുകയാണ്. നിങ്ങളത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഇമാം ഗസാലി തങ്ങൾ ചൊല്ലിയ ആ 7 ദിക്റുകൾ നമ്മളിങ്ങനെ പറയാൻ നിൽക്കില്ലേ, ഇത് നിങ്ങൾ ചൊല്ലുകയാണ്, വേറെ ആരും ചൊല്ലിത്തരില്ല. നിങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങളുടെ ഹൃദയം ശുദ്ധിയാകുന്നു, അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള നോട്ടം നിങ്ങളിലേക്ക് എത്തുന്നു. അത് കാരണമായിട്ട് നിങ്ങൾ വലിയ ബറക്കത്തിലേക്ക് എത്താൻ കാരണമാകുന്നു. അങ്ങനെ ഒന്നുകിൽ നമ്മൾ ഖുർആൻ ഇവിടെ പറയും, അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹദീസ് പറയും, അല്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ അസ്മാഉൽ ഹുസ്നയിലെ അതിവിശിഷ്ടമായ ചില ഇസ്മുകളുണ്ട്. മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, ഈ ഇസ്മ അത് നിൻ്റെ മക്കൾ നന്നാവാൻ വേണ്ടിയിട്ട് നിനക്ക് ഉപയോഗിക്കാം. മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, ഈ ഇസ്മ കളഞ്ഞുപോയ വസ്തു തിരിച്ചു ലഭിക്കാൻ നീ ചൊല്ലിയാൽ മതി. മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ രോഗം ശിഫയാകാൻ ഈ ഇസ്മു മതി. വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഈ ഇസ്മു ചൊല്ലിയാൽ മതി. ചില മഹാന്മാരൊക്കെ ചില ആളുകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാലിഹ് എന്ന് പറയുന്ന പേരുള്ളയാൾക്ക് ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ ചൊല്ലാമെന്ന് ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചില പേര് പറഞ്ഞ ആ പേരിനോട് യോജിക്കുന്ന ഇസ്മുകൾ ചൊല്ലാൻ വേണ്ടിയിട്ടൊക്കെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒന്നുകിൽ നമ്മൾ ഖുർആൻ ഇവിടെ പരിഹാരമായിട്ട് നൽകും, അല്ലെങ്കിൽ നമ്മൾ ഹദീസ് പരിഹാരമായിട്ട് നൽകും, അല്ലെങ്കിൽ നമ്മൾ അസ്മാഉൽ ഹുസ്നയിലെ ചില ഇസ്മുകൾ നമ്മൾ പരിഹാരമായിട്ട് നൽകും, അല്ലെങ്കിൽ നമ്മൾ മുജറബാത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ മഹാന്മാർ ചെയ്തു ഫലം കിട്ടിയ അമലുകൾ എന്ന് പറഞ്ഞ അമലുകളുണ്ട്. അതിനാണ് മുജറബ് എന്ന് പറയുക. മുജറബുൻ സഹീഹുൻ എന്ന് പല സന്ദർഭങ്ങളിലും പല അമലുകളും പറഞ്ഞതിന് ശേഷം പറയുന്നതായിട്ട് കാണാം. അവിടെയുള്ള വളരെ പ്രധാനപ്പെട്ട ചില അമലുകളുണ്ട്. അത്തരം അമലുകൾ നമ്മൾ പറയും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹു നമുക്കതിന് മറുപടി നൽകുകയാണ്. നമുക്ക് ആ 7 ദിക്റുകളിലേക്ക് വരാം. മഹാനരായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിനിൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാ ബറക്കത്തും സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും കടന്നു വന്നത് ഈ 7 ദിക്റുകളെ കൊണ്ടാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ആ മഹത്തായ ദിക്റുകൾ വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് ചൊല്ലാം. മഹാനരായ ഗസാലി ഇമാം പറയുന്നു, മാ ഹസല ലിയൽ ഫുതൂഹു വൽ ബറകത്തു ഇല്ലാ ബിഹാദിഹിൽ ഔറാദ്. ഈ ദിക്റുകളെ കൊണ്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാ ബറക്കത്തുകളും വന്നത്. വഹിയ അൻ തഖൂല ഫീ യൗമിൽ ജുമുഅ. അത് ജുമുഅ ദിവസം, വെള്ളിയാഴ്ച ദിവസം നീ ചൊല്ലലാണ്, യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് എന്ന് 1000 തവണ, അൽഫമറ 1000 തവണ ചൊല്ലലാണ്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം 1000 തവണ യാ അല്ലാഹ് എന്ന് ചൊല്ലുക. അതോടുകൂടി അത് കഴിഞ്ഞു. 7 ദിക്റുകൾ എന്ന് പറയുമ്പോൾ ഒരു ദിവസം 7 ദിക്റല്ല,
ആഴ്ചയിൽ ഓരോ ദിവസവും ഓരോ ദിക്റ് വീതം വെച്ചിട്ട് ഈ 7 ദിവസങ്ങളിലായിട്ട് 7 ദിക്റുകൾ ചൊല്ലാനാണ്. പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ പറ്റും. നമ്മൾ ഇസ്തിഗ്ഫാർ 1000 തവണ ചൊല്ലാൻ വേണ്ടിയിട്ട് റമളാനിലൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ എത്ര പെട്ടെന്നാണ് നമ്മൾ ചൊല്ലി തീർക്കാറുള്ളത്. ഇതും വളരെ പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്യാനും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം യാ അല്ലാ എന്നുള്ളത് 1000 തവണ ചൊല്ലുക. അടുത്തത് ശനിയാഴ്ച ദിവസം ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് അൽഫമറ, അതും 1000 തവണ ചൊല്ലുക. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം യാ അല്ലാ എന്നുള്ളത് 1000 തവണ, ശനിയാഴ്ച ദിവസം ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് 1000 തവണ. വഫി യൗമിൽ അഹദ് ഞായറാഴ്ച ദിവസം യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ളത് 1000 തവണ. എന്താ പ്രിയമുള്ളവരെ, ഓരോ ദിക്റിൻ്റെയും ഇസ്മിൻ്റെയൊക്കെ മഹത്വം നോക്കൂ. ആദ്യത്തെ യാ അല്ലാ എന്നുള്ളതാണ്, അത് ഇസ്മുൽ അഅ്ളമാണ്, അത് വലിയ ശ്രേഷ്ഠതയുള്ള അഅ്റഫുൽ മആരിഫായിട്ടുള്ള അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമമാണ് അല്ലാ എന്നുള്ളത് അല്ലേ. രണ്ടാമത്തെ നോക്കൂ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതാണ് അല്ലേ. ഈ പദം മരണപ്പെടുന്ന സമയത്ത് ചൊല്ലിയാൽ അവന് സ്വർഗം ഉറപ്പാണെന്ന് പറഞ്ഞതാണ്. മറ്റൊന്നേതാ യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ളതാണ്. യാ ഹയ്യു യാ ഖയ്യൂമിൻ്റെ മഹത്വം എത്രയാ കിതാബുകളിലൊക്കെ പറഞ്ഞത്, വലിയ മഹത്വങ്ങളുണ്ട്. അള്ളാഹു നമുക്ക് ചൊല്ലാനുള്ള തൗഫീഖ് നൽകട്ടെ. ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം ആരാണ് വളരെ വേഗത്തിൽ കൊണ്ടുവരിക എന്ന് ചോദിച്ചപ്പോൾ അവിടെ ആസുഫ് എന്നവർ പറഞ്ഞത് ഞാനത് വളരെ പെട്ടെന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചപ്പോൾ അവിടെ ചൊല്ലിയ ദിക്ർ ഇതാണെന്ന് ചില മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ള ദിക്റാണെന്നല്ലേ. അപ്പോൾ വളരെ ശ്രേഷ്ഠതയുള്ളതാണ്. അപ്പം ഞായറാഴ്ച ദിവസം യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ളത് 1000 തവണ ചൊല്ലുക. അതേപോലെ തന്നെ വഫിൽ ഇസ്നൈനി യൗമിൽ ഇസ്നൈനി തിങ്കളാഴ്ച ദിവസം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നുള്ളത് അൽഫമറ, അതും 1000 തവണ ചൊല്ലുക. വഫി യൗമി സലാസായി ചൊവ്വാഴ്ച ദിവസം യൗമിൽ ഇസ്നൈനി, ചൊവ്വാഴ്ച ദിവസം തിങ്കൾ യൗമിൽ ഇസ്നൈനി, ഓക്കെ, ചൊവ്വാഴ്ച ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലെ 1000 തവണ സ്വലാത്തു ചൊല്ല. അത് ഏത് സ്വലാത്തും ചൊല്ല, നമുക്ക് ചൊല്ലാൻ പറ്റുന്ന രൂപത്തിലുള്ള ഏത് സ്വലാത്തും ചൊല്ല. ഏറ്റവും ചെറിയ സ്വലാത്തിന് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തുൽ ഫാത്തിമിയ ചെറുതാണ്. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി, അങ്ങനെ ചൊല്ലാം. അപ്പോൾ ചൊവ്വാഴ്ച അങ്ങനെ 1000 സ്വലാത്തുമില്ല. വഫി യൗമിൽ അർബിഅ ബുധനാഴ്ച ദിവസം അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നുള്ളത് അൽഫമറ, അത് 1000 തവണ ചൊല്ലാം. വ്യാഴാഴ്ച ദിവസം വഫി യൗമിൽ ഖമീസ് സുബ്ഹാനല്ലാഹിൽ അദീമി വബിഹംദി, സുബ്ഹാനല്ലാഹിൽ അദീമി വബിഹംദി, അത് 1000 തവണ ചൊല്ലാം. ഇങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് 7 ദിവസങ്ങളിലായി, വളരെ ആത്മാർത്ഥമായിട്ട് 7 ദിവസങ്ങളിലായിട്ട് ഈ ദിക്റുകൾ ഇങ്ങനെ ചൊല്ലിയാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവന് ഖൈറിൻ്റെ എല്ലാ അബ്വാബുകളും തുറന്നു തരും എന്ന് അനുഭവമുണ്ടെന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൻ അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. മുജറബാത്തിൻ്റെ കിതാബുകളൊക്കെ നോക്കിയാൽ ഈ വിഷയം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, പഠിക്കാവുന്നതാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലേക്ക് ബറക്കത്ത് ലഭിക്കാൻ ചില അത്ഭുതകരമായ ചില ദിക്റുകളും ചില ദുആകളൊക്കെ നമ്മൾ പതിവാക്കിയാൽ മതി എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഇങ്ങനെ ഈ ഭൗതിക ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകന്നു പോകും. ഭൗതികതയുടെ സുഖങ്ങളിലും ആഡംബരങ്ങളിലൊക്കെ അകപ്പെട്ട് നമ്മളിങ്ങനെ അകന്നകന്നു പോകുമ്പോൾ ഇത്തരം ദിക്റുകളിലൂടെ നമുക്കത് ബാലൻസ് ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല നല്ല ചില ദിക്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. നമ്മൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും ഒരു പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചൊല്ലാൻ ഏതെങ്കിലും ഒരു ദിക്റും ദുആയൊക്കെ വേണം. അത് ആരുടെയെങ്കിലും ഏതെങ്കിലും മഹാന്മാരുടെ അടുക്കലൊക്കെ പോയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കി നമ്മളത് പതിവായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം. അപ്പോൾ അതൊക്കെ മുൻനിർത്തി നമുക്ക് അള്ളാഹിനോട് ദുആ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ പരമാവധി തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് ജീവിക്കുക, ഹറാമിൽ നിന്ന് അകന്ന് ജീവിക്കുക, അള്ളാഹു അല്ലാത്ത വസ്തുക്കളിലെ നമ്മൾ പൂർണ്ണമായിട്ടുള്ള നമ്മുടെ അവലംബം റബ്ബ് സുബ്ഹാനഹു വ തആല
അള്ളാഹുവിലെല്ലാം ഭരമേൽപ്പിക്കുക, എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടാകുമ്പോൾ എൻ്റെ റബ്ബെന്നെ കൈവടിയുകയില്ല, എൻ്റെ റബ്ബെന്നെ പരാജയപ്പെടുത്തുകയില്ല. ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ അതെനിക്ക് വലിയ പ്രതിഫലം ലഭിക്കാൻ പരലോകത്തേക്ക് അള്ളാഹു എനിക്ക് നൽകിയതാണ് എന്ന നീയത്തോടുകൂടെ കരുത്തോടുകൂടെയാണ് നമ്മളെപ്പോഴും റബ്ബിൻ്റെ മുമ്പിൽ തഖ്വയോടുകൂടെ നിൽക്കേണ്ടത്. അതേപോലെ തന്നെ പൂർണ്ണമായി ഈമാനിൻ്റെ ഉടമയായി മാറുക. നല്ല വിശ്വാസം വേണം. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിലെ എല്ലാ വിഷയങ്ങളും പറഞ്ഞപ്പോൾ പല വിഷയങ്ങളും യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ എന്ന് പറയുമ്പോൾ അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എപ്പോഴും ഈമാനുള്ളവരാകുക, മുഅ്മിനീങ്ങളാവുക, ഈമാൻ മുറുകെ പിടിക്കുക, പൂർണ്ണമായി ഈമാനിൻ്റെ ഉടമയായി മാറുക. പിന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന അമലുകളിലൊക്കെ ഫലവും റിസൾട്ടൊക്കെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ 5 വഖത്ത് ഫർള് നിസ്കാരം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും പകർത്തണം. അതൊരു കാരണവശാലും അതിലൊരു ഒരു അമാന്തതയും ഒരു അലസതയും ഒരു അലംഭാവവും ഉണ്ടാകാൻ പാടില്ല. അതേതു തിരക്കുകൾക്കിടയിലാണെങ്കിലും 5 വഖത്ത് ഫർള് നിസ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം. നിസ്കാരം ഖളാ ഇല്ലാതെ നിർവഹിക്കുന്നവരാകണം. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ എനിക്ക് ഈ അടുത്തൊന്നും ളുഹർ ഖളാ ആയിട്ടില്ല, എനിക്ക് ഈ അടുത്ത് എൻ്റെ 5 വഖത്ത് ഫർള് നിസ്കാരങ്ങളിലൊന്നും ഖളാ ആക്കേണ്ട അവസരം വന്നിട്ടില്ല. എൻ്റെ അടുത്ത കുടുംബത്തിലെ കല്യാണത്തിൽ വരെ ഞാൻ പങ്കെടുത്തപ്പോൾ ഞാൻ അവിടെ ഒരു ചെറിയ തുണി വിരിച്ച് ഒരു റൂമിൽ ആരും കാണാതെ അവിടെ നിന്ന് ളുഹർ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു, ഖളാ എന്ന് പേടിച്ച് എന്നൊക്കെ പറയാൻ ധൈര്യമുള്ളവരുണ്ടോ? ഉണ്ടാകും, ഇല്ല എന്നല്ല പറയുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ 5 വഖത്ത് ഫർള് നിസ്കാരങ്ങളുടെ വിഷയത്തിൽ ഒരു കാരണവശാലും ഒരു അലംഭാവവും ഒരു അലസതയും കാണിക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ മക്കളുടെ ജീവിതത്തിലും നമ്മുടെ ഭാര്യയുടെ ജീവിതത്തിലും ഭർത്താവിൻ്റെ ജീവിതത്തിലൊന്നും നിസ്കാരങ്ങളെ ഖളാ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ധരിക്കുന്ന വസ്ത്രം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ വയറിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നതെല്ലാം ഹലാലായത് മാത്രമായിരിക്കുക. ഹറാമ് നമ്മുടെ വയറകങ്ങളിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും തന്നെ നമ്മുടെ ദുആ സ്വീകരിക്കുന്നതിന് തടസ്സമാകും. അതുകൊണ്ട് ഹലാലായ ഭക്ഷണം മാത്രമായിരിക്കണം നാം കഴിക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ഫർള് നിസ്കാരം നിസ്കരിക്കുന്നതോടുകൂടെ തന്നെ സുന്നത്ത് നിസ്കാരങ്ങൾ പരമാവധി നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. തിരക്കില്ലാത്തവരായിട്ട് ഈ ദുനിയാവിൽ ആരുമില്ല. തിരക്കൊഴിഞ്ഞിട്ടെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നാലോ, മനുഷ്യൻ്റെ തൊണ്ടക്കുഴിയിൽ റൂഹെത്തുന്ന കാലത്തോളം അവന് തിരക്കന്നായിരിക്കും. നോക്കിക്കോ, തിരക്കന്നായിരിക്കും. തിരക്കില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മുടെയൊക്കെ തൊണ്ടക്കുഴിയിൽ റൂഹെത്തുന്ന സമയം വരെ നമുക്ക് തിരക്കായിരിക്കും. തിരക്കൊഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കല്ല തിരക്കുണ്ടാവുക, പിന്നെ ബാക്കിയുള്ളവർക്കാണ് തിരക്കുണ്ടാവുക. ബാക്കിയുള്ളവരാ ചോദിക്കുക, എപ്പോഴാണ് മയ്യത്തെടുക്കുക? മയ്യത്തെടുക്കാനായാ? എപ്പോഴാണ് മയ്യത്തെടുക്കുക? മയ്യത്ത് കുളിപ്പിക്കാൻ വെച്ചോ? എന്നൊക്കെ പിന്നെ ആൾക്കാർക്കായിരിക്കും തിരക്ക്. പിന്നെ നമുക്ക് തിരക്കുണ്ടാക്കാനുള്ള അവസരമില്ല, നമ്മളെ ജീവൻ നഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ മനുഷ്യൻ്റെ തൊണ്ടക്കുഴിയിൽ റൂഹെത്തുന്ന സമയം അതുവരെ മനുഷ്യനെ തിരക്കായിരിക്കും. തിരക്കൊഴിഞ്ഞിട്ട് നിസ്കരിക്കാമെന്ന് കരുതിയാൽ അത് ഒഴിയലുണ്ടാവില്ല. അതുകൊണ്ട് ചുരുങ്ങിയ സമയം ഫർള് നിസ്കാരത്തിൻ്റെ മുമ്പ് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കാൻ 1-2 മിനിറ്റ് മാത്രം മതിയാകും. ആ സമയം ഉപയോഗിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്യുക, സുന്നത്ത് നിസ്കരിക്കുക, ഇബാദത്തിൽ മുഴുകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് വുളു ഉണ്ടായിരിക്കുക എന്നുള്ളത്. വുളു, ദായിമുൽ വുളു ഉള്ള ആളുകൾ, അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും, ഇല്ലെങ്കിൽ ഇനി മുതൽ അങ്ങനെ തീരുമാനിച്ചാൽ പറയും. ദായിമുൽ വുളു എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ദായിമുൽ വുളു, വുളു പതിവായി ഉണ്ടായിരിക്കുക. അങ്ങനെ നമുക്ക് വുളു പതിവായി ഉണ്ടായാലോ, നമ്മൾ മരണപ്പെടുന്ന സമയത്ത് വുളുയിലായിരിക്കും നമ്മൾ മരണപ്പെടുക. വലിയ നേട്ടങ്ങൾ അത് കാരണമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഈ കളവ്, വഞ്ചന, ചൂതാട്ടം, ലഹരി, സിന തുടങ്ങിയ ഇത്തരം ഹറാമായ പ്രവർത്തനങ്ങളോട് പൂർണ്ണമായും മാറി നിൽക്കുക. കച്ചവടം ചെയ്യുന്നവർ, ബിസിനസ് ചെയ്യുന്നവർ, അവർ ചെയ്യുന്ന ജോലിയിൽ കച്ചവടം കളവ് പറഞ്ഞിട്ടും വഞ്ചന നടത്തിയിട്ടും ചെയ്യാതിരിക്കുക. കേടുവന്ന വസ്തുക്കൾ മുകൾ ഭാഗത്തേക്ക് നല്ല വസ്തുക്കൾ വെച്ച്, കേടുവന്ന താഴ്ഭാഗത്തേക്ക് വെച്ച് അതിൻ്റെ കൂട്ടത്തിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾ. നമുക്ക് ദുനിയാവിൽ വരുന്ന നഷ്ടങ്ങളൊക്കെ എത്രയും സഹിക്കാം, പരലോകത്തേക്ക് നീട്ടിവെക്കുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല.
അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ വേണ്ടപ്പെട്ട രക്തബന്ധുക്കളോട്, നമ്മുടെ കുടുംബങ്ങളോട്, നമ്മുടെ കുടുംബങ്ങളിലുള്ളവരോടൊക്കെ എപ്പോഴും നല്ല സുൽഹിൽ നിൽക്കുക എന്നുള്ളതാണ്. നമ്മളവരോട് കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവരായാൽ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാകില്ല. അതൊരുപാട് ബറക്കത്ത് നഷ്ടപ്പെടാൻ കാരണമാകും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ ശക്തമായ രൂപത്തിൽ താക്കീത് ചെയ്തതുമാണ് കുടുംബബന്ധം വിച്ഛേദിക്കുന്നവർ. കുടുംബബന്ധം എപ്പോഴും നല്ല രൂപത്തിൽ കൊണ്ടുവരിക. ജീവിതത്തിൽ ചുരുങ്ങിയത് ഒരു ദിവസം 300 സ്വലാത്തെങ്കിലും ചൊല്ലുക. 300 സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ മഹാന്മാർ പറഞ്ഞതാണ്. അതുകൊണ്ടൊരു 300 സ്വലാത്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അങ്ങനെ 300 സ്വലാത്ത് ചൊല്ലിയാൽ നമുക്കൊരുപാട് കാര്യങ്ങൾ അതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. മറ്റുള്ളവൻ്റെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട വിഷയം. ഒരാളെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് നമുക്കൊന്നും നേടിയെടുക്കാൻ കഴിയില്ല. അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിരിക്കെ, അവൻ്റെ അടുത്ത് നമ്മളൊരു ക്യാഷ് വാങ്ങിച്ചിരുന്നു, ആ ക്യാഷ് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത കാലത്തോളം അവൻ്റെ മനസ്സ് നാമുമായി ബന്ധപ്പെട്ട് വേദനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവനോടുള്ള ബന്ധമെങ്കിലും നമ്മൾ സ്ഥാപിക്കണം. മനസ്സൊരു കാരണവശാലും വേദനിപ്പിക്കാതിരിക്കുക. അതേപോലെ തന്നെ ആരെയെങ്കിലും അങ്ങനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വേഗം അവരോട് പറഞ്ഞ് റെഡിയാക്കി പൊരുത്തപ്പിടിച്ച് നല്ല രൂപത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇങ്ങനെ ജീവിതത്തിൽ നാം പകർത്തി വെക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പകർത്തി വെച്ചു. ഇത്തരം ദിക്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലും വലിയ ബറക്കത്തുകൾ നൽകാനും കൊണ്ടുവരാനൊക്കെ കാരണമാകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നേരിട്ട് വരുമ്പോൾ പലരും പല വിഷയങ്ങളും ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്യാറുണ്ട്. എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കട്ടെ. രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. കടങ്ങൾ അള്ളാഹു വീട്ടിക്കൊടുക്കട്ടെ. മക്കളില്ലാത്തവർക്ക് അള്ളാഹു മക്കളെ നൽകട്ടെ. ഉള്ള മക്കൾ അള്ളാഹു സ്വാലിഹീങ്ങളാക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണ്ട്. എല്ലാവരും ഈ വിനീതൻ്റെ കുടുംബത്തിലുള്ളവർക്കൊക്കെ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.